MIT ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. MIT ഒഴിവാക്കാനുള്ള തീരുമാനത്തിൽ മാറ്റില്ല. അവരും അതിനോട് യോജിച്ചു. കാരണം അത്തരത്തിൽ കാലിൽ ഗിയറുള്ള 3 മാസം സമയം അതിന് കൊടുത്തിട്ടുണ്ട്. ഈ കാലിൽ ഗിയറുള്ള വണ്ടിയിലേക്ക് മാറാനായിട്ട് 3 മാസം സമയം. അത് നേരത്തെ തന്നെ ചർച്ചയിൽ തീരുമാനിച്ചതാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷനുടെ ശ്രീ പ്രമോദിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. അന്ന് തന്നെ തീരുമാനിച്ചതാണ്. നമ്മൾ CATUവിന്റെ ആവശ്യം അതായിരുന്നു. അത് നമ്മൾ ചെയ്തു. അന്ന് തന്നെ എല്ലാവരും ആവശ്യപ്പെട്ടു. അത് അന്ന് ചെയ്തു. അത് കൂടാതെ ഈ ക്ലച്ച് വെച്ച് തൽക്കാലം ഓടാം. കാരണം വെച്ചാൽ നമ്മൾ സ്വന്തം വണ്ടിയിലേക്ക് മാറാൻ അതിന്റെ ഒരു അപകടാവസ്ഥ കൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ പഠിച്ചു വരുന്ന പലർക്കും ഈ ക്വാളിറ്റി ഉള്ള ഒരു ഡ്രൈവറായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലച്ച് ഇല്ലാതെ ഓടിക്കാൻ പറ്റും. ഇവിടെ ഇപ്പം അനുവദിച്ചാൽ ചിലപ്പോൾ റോഡിൽ പോകുന്നവർക്ക് ചിലപ്പോൾ അത് കുഴപ്പമാവും. പറഞ്ഞല്ലോ 40 പറഞ്ഞല്ലോ. ഒരു MBI 40 എണ്ണം ചെയ്യും. 2 MBI ഉള്ളിടത്ത് 80 എണ്ണം ചെയ്യും. ബാക്ക്ലോഗ് നാളെ പരിശോധിക്കും. നാളെ പരിശോധിച്ചിട്ട് കൂടുതൽ കെട്ടിക്കിടക്കുന്ന RTO സബ് RTO ഉണ്ടെങ്കിൽ അവിടെ എൻഫോഴ്സ്മെന്റിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ താൽക്കാലികമായി നിയോഗിച്ചുകൊണ്ട് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടി അത് കുറച്ചു കൊണ്ടുവരും. ഈ 10 ലക്ഷം എന്ന പ്രചരണം തെറ്റാണ്. 10 ലക്ഷം ഇല്ല, 2.5 ലക്ഷമേ ഉള്ളൂ. കൃത്യമായ കണക്ക് നാളെ മാധ്യമങ്ങൾക്ക് നൽകും. കൃത്യമായി കമ്പ്യൂട്ടറിൽ നിന്ന് കണക്കെടുക്കുകയാണ്. ഇപ്പൊ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞാണ്. പക്ഷെ കൃത്യമായ കണക്ക് തരാം. പിന്നെ